ആലപ്പുഴ ജില്ലയിലേക്ക് VSന്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നെത്തിയിരിക്കുന്നു. ഇനിയും ആലപ്പുഴയിലെ പുന്നപ്രയിലെ വീട്ടിലേക്ക് എത്താൻ വളരെ നേരമെടുക്കും, മണിക്കൂറുകളെടുക്കും. പുലർച്ചെ മുതൽ കാത്തു നിൽക്കുന്നവരുണ്ട്. വീടിൻ്റെ ചുറ്റും മതിലിനകത്തും പുറത്തുമായി വലിയ ജനക്കൂട്ടം രൂപപ്പെട്ടിട്ടുണ്ട്. അതങ്ങ് ദേശീയപാതയിലേക്ക് നീളുന്നുണ്ടെന്ന് നേരത്തെ അഭിലാഷ് പറഞ്ഞു. കാലങ്ങളായി കാണാൻ ആഗ്രഹിച്ചെത്തിയവരുണ്ട്. അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് ഇനി ഒരിക്കലും അങ്ങനെ VSനെ കാണാൻ കഴിയില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ്. മനസ്സിലെല്ലാ കാലവും അതൊരു ഓർമ്മയായി അവശേഷിക്കണമെന്നുള്ളത് കൊണ്ടാണ് VSനെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹത്തോടെ നിരവധി മനുഷ്യരെത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ കണ്ണീരിൽ വീണ സ്ഥലങ്ങളിൽ നിരാലംബരായവർക്കിടയിൽ, സ്ത്രീകൾക്കിടയിൽ, പ്രകൃതി പ്രശ്നങ്ങൾക്കിടയിലൊക്കെ VS വളരെ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ഒരു വൻമരം പോലെ നിലകൊണ്ടു. എടുത്ത നിലപാടുകൾ വേരുറച്ചു നിൽക്കുകയായിരുന്നു ചെയ്തത്. മാർഷൽ വി സെബാസ്റ്റ്യൻ ചേരുന്നു. മാർഷൽ പറയൂ. മോത്തി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, അതായത് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹരിപ്പാടാണ്. കായംകുളത്ത് നിന്നും VSന്റെ വിലാപയാത്ര വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹരിപ്പാട് രാവിലെ മുതൽ തന്നെ ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട്. അവരുടെ ഒരു വലിയ ജനക്കൂട്ടം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം കനത്ത മഴ പെയ്തു തോർന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ കനത്ത മഴയിലും നൂറുകണക്കിന് പേർ ഇവിടെ VSന്റെ ഭൗതികദേഹം കാണുന്നതിന് വേണ്ടിയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടിയും നിൽക്കുന്ന ഒരു കാഴ്ച കാണാം. ഉറപ്പായിട്ടും VS എന്ന ചരിത്ര പുരുഷന് വളരെ ഏറെ വേണ്ടപ്പെട്ട മണ്ണാണ് ഹരിപ്പാട് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയ കാര്യം തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഈ മണ്ണിൻ്റെ ഒരു ചരിത്രം പറഞ്ഞ് നമുക്കറിയാം. കർഷക തൊഴിലാളികളെ, പ്രത്യേകിച്ച് പാടശേഖര തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി VS കുട്ടനാട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ആദ്യഘട്ടങ്ങളിൽ നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗത്തിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇന്നലെ അവിടുന്ന് പുറപ്പെടുമ്പോൾ പോലത്തെ ഒരു അവസ്ഥയല്ല ഇന്നിപ്പോൾ ഇങ്ങോട്ട്, അതായത് VSന്റെ ജന്മനാട്ടിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം മാറുകയാണ്. ജനങ്ങൾ ഒരേപോലെ കണ്ണേ കരളെ VS എന്നുള്ള വിളി നമ്മളിത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ 3-ാം ദിവസത്തേക്ക് എത്തുന്നു. കേരളം മുഴുവൻ ആ ഒരൊറ്റ മുദ്രാവാക്യത്തിലേക്ക് നിൽക്കുന്ന ഒരു കാഴ്ച കാണാം. എന്ന് മാത്രമല്ല, ആലപ്പുഴ എന്ന് പറയുമ്പോൾ ചോര പുരണ്ട മണ്ണുകൾ, ആ പൊരുമണലിലെ കർഷക തൊഴിലാളിയുടെ വിയർപ്പ് മാത്രമല്ല, രക്തം കൂടി വീണ് പഴുതെടുത്ത ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും വലിയ സമരനായകനായ VSനെ കാണുവാൻ വേണ്ടി, അവസാനമായി VSന് അഭിവാദ്യം അർപ്പിക്കുവാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. 10 തവണ തിരഞ്ഞെടുപ്പുകൾ മത്സരിക്കുമ്പോഴെല്ലാം VSന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ജനങ്ങൾ ഒറ്റയ്ക്ക് വിളിച്ചിട്ടുണ്ട് കണ്ണേ കരളെ VS എന്ന്. എന്നാൽ അന്നെല്ലാം കണ്ണേ കരളെ VS എന്ന് വിളിക്കുന്ന സമയത്തുണ്ടായിരുന്ന വികാരം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഇന്ന് കണ്ടമെടറിക്കൊണ്ടാണ് ഇവിടെയുള്ള ജനങ്ങൾ, കേരളത്തിലെ എല്ലാ ജനങ്ങളും, അത് രാഷ്ട്രീയ ഭേദമന്യുള്ള ജനങ്ങൾ കണ്ണേ കരളെ VS എന്നുള്ള മുദ്രാവാക്യം വിളിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അതുമാത്രമല്ല, VSനൊപ്പം ഇത്തരം പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള കഴിഞ്ഞ 4-5 പതിറ്റാണ്ടുകൾ VSനൊപ്പം ഇത്തരം പോരാട്ടങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന നിരവധി പേര് അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കനത്ത മഴ പെയ്തിട്ടും അതിനൊന്നും തെക്കാതെ പുന്നപ്പറയുടെ സമരനായകനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവർ വീണ്ടും നിൽക്കുന്നു. അതായത് VS എന്നൊരു മനുഷ്യനെ ഓർമ്മിക്കുകയാണ്. VSനെ കേരളം ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം പ്രത്യേകിച്ച് കായംകുളം കഴിഞ്ഞ് ഹരിപ്പാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ ഈ കേരളത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. VSന് വേണ്ടി കരയുന്നവരെ കാണുന്നുണ്ട്, VSന് അഭിവാദ്യം അർപ്പിക്കുന്നവരെ കാണുന്നുണ്ട്. VS എന്ന മനുഷ്യനെ ഓർക്കുമ്പോൾ, ആ മനുഷ്യസ്നേഹി ഓർക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? എന്താ തോന്നുന്നത് വെച്ചാൽ ഭയങ്കര ഒരു എന്താ വെച്ചാൽ നമ്മളെ അത്ര വലിയൊരു നേതാവ് ജീവിതത്തിൽ കണ്ടിട്ടില്ല. നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ 2 മണിക്ക് വന്നതാ, പകല് കോഴിക്കോട് നിന്ന് വന്നതാണ്. ഇതുവരെ ഞങ്ങൾ സഖാവിനെ കാണാൻ വേണ്ടിയിട്ട് അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ശരിക്കും ധീരസഖാവിനെ അത്രയും ഇഷ്ടമാണ്, അത്രയും നമ്മളെ നെഞ്ചിൽ എന്താ പറയണ്ടേ, ഞങ്ങളെ നെഞ്ചിലെ പൂവാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് സത്യമാണ് റോസാപ്പൂ. തീർച്ചയായിട്ടും അത് കോഴിക്കോട്, വടകര, ഒഞ്ചിയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നും ഇന്നും അറിയാം കേരളത്തിൻ്റെ ഏറ്റവും വലിയ പോരാട്ട മണ്ണുകളാണ്. അവിടെ നിന്നാണ് നിങ്ങൾ എത്തുന്നത്. VS എന്ന ആ ഒറ്റ, അല്ലെങ്കിൽ VS എന്നിട്ടുള്ള ആ ഒരൊറ്റ പോരാളിയെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായി ഉണ്ടാകുന്ന വികാരമുണ്ട്. ഇന്ന് കാണുന്ന നാട്, ഇന്ന് കാണുന്ന കേരളം, ഇന്ന് കാണുന്ന നമ്മളെ രാജ്യം, എത്രയും സമരത്തിന് ഒരു തേരാളിയായി ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ്, അതാണ് ഞങ്ങൾ കാണുന്നത് VS.
അത് പറയാനായില്ല. പറയുമ്പോൾ തന്നെ നമ്മളെ ഉള്ളിൽ നിന്നുള്ള സങ്കടം വരികയാണ്. ഭയങ്കര സമര നേതാവ്, ആരുടെയും കണ്ണീരൊപ്പുന്ന ഒരു നേതാവ്. ഒരിക്കലും ഒരു ഇതില്ല, ഒരു ഏതൊരു ഇതാണ്. ആദ്യ സമയത്തെ ഒരു സമ്മേളനങ്ങൾ വരികയാണെങ്കിൽ ജനക്കൂട്ടം VS-ന്റെ കൂടെയുണ്ട്. ആ VS-നെ ഒരു നോക്ക് കാണാൻ കോഴിക്കോട് നിന്ന് വരികയാണ് ഞങ്ങൾ. ഇന്നലെ ഒരു മണിക്ക് ഇറങ്ങിയതാണ്. ഇന്ന് ഇത്ര നേരവും കാത്തു നിൽക്കുക. VS-നെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു വിഭാഗം നിൽക്കുകയാണ്. സ്വാഭാവികമാണ്, നമ്മുടെ നാടും VS-ഉം തമ്മിലുള്ള ബന്ധം ഇതിപ്പം നമ്മളാരും പറഞ്ഞറിയേണ്ടതല്ല. അല്ലാതെ തന്നെ VS-ഉമായി ഒരു വലിയ ബന്ധമുണ്ട്. അദ്ദേഹം 15 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും എല്ലാം തന്നെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോളം ഓടി നടന്ന അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ ഓർക്കുന്നുണ്ട്. ആ ഓർമ്മകളിലാണോ ഇപ്പോഴും? കേരളത്തിൻ്റെ ഒരു മഹാത്മാഗാന്ധി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം സഖാവ് VS-നെ. സഖാവ് VS ചെറുപ്പം മുതലേ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ആഭിമുഖ്യം കാണിക്കുകയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജീവിതം വരെ ഒഴിഞ്ഞു വെച്ച ഒരു ധീരനായ ഒരു സഖാവാണ് EMS. ഒരു പുരുഷായുസ് മുഴുവനും ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച സഖാവ് VS-ന്റെ വിനിയോഗം ഞങ്ങളുടെ ഈ കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ, ലോകത്തിലെ എല്ലാ ജനങ്ങളുടെയും ഒരു അങ്ങേയറ്റം ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്ന ഒരു അവസ്ഥയാണിത്. ഞങ്ങൾ അങ്ങേയറ്റം സഖാവിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ വിഷമം ഞങ്ങൾ അറിയിക്കുന്നു. സ്വാഭാവികമാണ്, അതായത് ഈ പോരാട്ടം അവസാനിക്കുന്നില്ല എന്നുള്ള മുദ്രാവാക്യത്തിൽ ഇത് കോഴിക്കോട് ജനക്കൂട്ടം അങ്ങനെ ഉണ്ടായി വരികയാണ്. ഒരു ക്രൗഡ് പുള്ളറാണ്. മലമ്പുഴയിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി